എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ 7ാമത്തെ ചാപ്റ്റർ ഏതാണ്? ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ എന്താണ് ധാരാവൈദ്യുതി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ കഴിഞ്ഞ വർഷം നിങ്ങൾ ഇലക്ട്രിസിറ്റിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓർക്കുന്നുണ്ടോ എന്തൊക്കെയാന്നുള്ളത്? നമുക്കൊന്ന് ജസ്റ്റ് ആ പോയിന്റുകളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്തൊക്കെയാണ് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് നോക്കാം. When certain substances are rubbed against each other, they are able to attract other substance. അല്ലെ, ചില വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് മറ്റ് വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പൊ കോമ്പ് ചീപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ തല ചെയ്യുക, ചില തലയിൽ ഉരസി വെച്ച് പേപ്പർ കഷ്ണങ്ങളെ വെക്കുവാണെങ്കിൽ അട്രാക്ട് ചെയ്യുന്നത് കാണാം ഇല്ലേ? ബലൂൺ നമ്മൾ ഉരസി വെച്ച് അല്ലെ, അങ്ങനെയുള്ള എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? അതൊക്കെ ഓർത്തെടുക്കട്ടെ കാര്യങ്ങളൊക്കെ. അടുത്ത് proton, neutron and electron are subatomic particles in an atom. Neutrons does not possess any charge. Protons have positive charge. Electrons have negative charge. In any atom, the number of protons and electrons are equal. So, an atom is electrically neutral. എന്താണ്? ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജും ആണുള്ളത്. ഏതൊരു ആറ്റത്തിലും ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമായാൽ ആറ്റം എങ്ങനെയായിരിക്കും? വൈദ്യുതപരമായി നിർവീര്യമാണ്. ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഇനി an atom gets positive charge on losing electron and negative charge on receiving electron. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് എന്താണ്? നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു. അതുപോലെ തന്നെ ചാർജ്ഡ് ബോഡി അട്രാക്ട്സ് അൺചാർജ്ഡ് ബോഡീസ്. ചാർജ് ഉള്ള വസ്തു എന്താണ്? ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. വിജാതീയ ചാർജുകൾ എങ്ങനെയാണ്? തമ്മിൽ ആകർഷിക്കുന്നുണ്ട്. ലൈക്ക് ചാർജസ്, സജാതീയ ചാർജുകൾ തമ്മിൽ എങ്ങനെയാണ്? വികർഷിക്കുന്നുണ്ട്. ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. സജാതീയ ചാർജുകൾ എങ്ങനെയാണ്? തമ്മിൽ വികർഷിക്കുന്നു. ഓർക്കുക കേട്ടോ. ഇനി എന്താണ്? ഇലക്ട്രിഫിക്കേഷൻ എന്നൊരു പ്രോസസ്സ് പറഞ്ഞായിരുന്നു ഇല്ല? എന്താണ് ചാർജിങ് എന്ന് പറഞ്ഞ? വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ആൻ ഒബ്ജക്റ്റ് ഇൻടു ആൻ ഇലക്ട്രിക്കലി ചാർജ്ഡ് വൺ. ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ഇലക്ട്രിഫിക്കേഷൻ അല്ലെങ്കിൽ വൈദ്യുതീകരണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ചാർജിങ് എന്ന് പറയും അല്ലെ? ഇനി if the electric charge produced in an object remains at the same place in it, it is called static electricity. പഠിച്ചല്ലേ? കഴിഞ്ഞ വർഷത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡെഫിനേഷൻ ഒക്കെ പഠിച്ചതാണല്ലേ? എന്താണ്? ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിനെ നമ്മൾ എന്ത് പറയും? സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും. ഓർക്കുന്നുണ്ടല്ലോ? അതുപോലെ തന്നെ വളരെ പ്രത്യേകമായിട്ട് നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കൂളോം ഇല്ലേ? ചാർജിന്റെ യൂണിറ്റ് ഏതാണ്? കൂളോം ആണ്. ചാർജ് എങ്ങനെയാണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, അദിശ അളവാണ്. ക്ലിയർ ആയാലോ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വർഷം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എങ്കിലുള്ള നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കൊന്ന് ഈ വർഷത്തെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ എന്താണ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ ധാരാവൈദ്യുതി എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അതായത് കൊണ്ടോ സയൻസ് എക്സിബിഷനിൽ കുട്ടികൾ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് LED പ്രവർത്തിപ്പിക്കുകയാണ് അല്ലെ? അതിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ? Why is this component included in the circuit to light the LED? LED പ്രകാശിപ്പിക്കുവാൻ എന്തിനായിരിക്കും ഈ ഘടകം സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ? എന്തൊക്കെയുണ്ട്? അവിടെ ഇതുണ്ട്, ഇതൊരു ഘടകമുണ്ട് അല്ലേ? ഇവിടെ ഒരു ഘടകമുണ്ട്. പിന്നെന്താണ്? ഇവിടെ ഒരു ബാറ്ററി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ഈ ഒരു ഘടകം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമോ? പഠിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലെ? നമുക്ക് ഈ വർഷം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പം LED ഇവിടെ പ്രകാശിപ്പിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഘടകം ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഘടകം? അതെന്തിനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ കാരണം? ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതാണ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ ധാര വൈദ്യുതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം വസ്തുക്കൾക്ക് ഉരസൽ മൂലം അല്ലെ? ഉരസുമ്പോൾ വസ്തുക്കൾക്ക് ചാർജുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. അത് നോക്കുക അല്ലെ? ഈ ചിത്രമൊക്കെ ഓർമ്മയില്ല കഴിഞ്ഞ വർഷം പഠിച്ചത്? അട്രാക്ട് ചെയ്യുന്നുണ്ട്, വസ്തുക്കളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഉരസി കഴിയുമ്പോൾ അതിന് ചാർജ് ലഭിക്കുന്നുണ്ട് ഇല്ല? അതൊക്കെ പഠിച്ചാണ്. അത് നോക്കുക. വാട്ട് ആർ ദ ഇലക്ട്രിക് ചാർജസ് ദാറ്റ് ഒബ്ജക്ട്സ് അക്യൂസ് വെൻ റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ?
ഉരസൽ മൂലം വസ്തുക്കൾക്ക് ലഭിക്കുന്ന വൈദ്യുത ചാർജുകൾ ഏതൊക്കെയാണ്? ഉരസുമ്പോൾ ഏതൊക്കെ ചാർജുകളാണ് ലഭിക്കുന്നത്? പോസിറ്റീവ് ചാർജും ഉണ്ട്. ഞാൻ ഇങ്ങനെ എഴുതുവാണ് കേട്ടോ. പോസിറ്റീവ് ചാർജും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജും ഉണ്ട് കേട്ടോ. നിങ്ങൾ എഴുതിക്കണം കേട്ടോ. പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും എഴുതുക കേട്ടോ. ഇങ്ങനെ ഇടല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് എഴുതിയെന്നുള്ളൂ കേട്ടോ. അപ്പം വസ്തുക്കൾക്ക് ഉരസൽ മൂലം ലഭിക്കുന്ന ചാർജുകൾ ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. മനസ്സിലായല്ലോ. ഇനി വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ? നമ്മളിപ്പോ പറഞ്ഞായിരുന്നു അല്ലെ, ചാർജ്, ഇലക്ട്രോണിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? പോസിറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവും പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഇനി വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? നമ്മളിപ്പോ പറഞ്ഞാണല്ലേ, ഏതാണ്? കൂളോം ഇല്ലേ? ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ഏതാണ്? കൂളോം ഇല്ലേ? കൂളോം ആണ് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓർക്കുക, മനസ്സിലാക്കി ഇരിക്കുക. ഇനി നമുക്ക് ഒരു എക്സ്പെരിമെന്റ് നോക്കാം കേട്ടോ. അവിടെ നോക്കിയേ, ഇവിടെ ഒരു എന്താണ് ഇതറിയാം, LED ആണ്. LED എന്ന് പറഞ്ഞാൽ ഇതൊരു കപ്പാസിറ്റർ ആണ് കേട്ടോ. ഒരു LED ഒരു ചാർജ് ചെയ്തിട്ടുള്ള ഒരു കപ്പാസിറ്ററിന്റെ ചാർജ് ആണ് കേട്ടോ. 500 മൈക്രോഫാരഡ് എന്നാണ്. ഇത് മൈക്രോഫാരഡ് എന്നാണ് വായിക്കുന്നത് കേട്ടോ. μF എന്ന് എഴുതിയിരിക്കും. മൈക്രോഫാരഡ് ആണ്. 6 വോൾട്ടും ആണ് കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പം ഈ അങ്ങനെ ഒരു കപ്പാസിറ്റർ, ഒരു ചാർജ് ചെയ്ത ഒരു കപ്പാസിറ്റർ എന്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു? ഒരു LED കണക്ട് ചെയ്തിരിക്കുന്നു. മനസ്സിലായല്ലോ. നിങ്ങൾ ഇങ്ങനെ ഒരു കപ്പാസിറ്റർ കണ്ടിട്ടുണ്ടോ? കപ്പാസിറ്റർ നിങ്ങൾ ഇലക്ട്രോണിക് ഡിവൈസിലൊക്കെ, നമ്മുടെ വീടുകളിലൊക്കെയുള്ള എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഈ കപ്പാസിറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കോട്ടോ, കപ്പാസിറ്റർ എന്ന് കമ്പോണന്റ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. എന്താണ്? വൈദ്യോർജം സംഭരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കാനും ഉപയോഗിക്കുന്ന ഘടകമാണ് കപ്പാസിറ്റർ കേട്ടോ. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു താണ് അല്ലെങ്കിൽ ഒരു ഘടകമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? കപ്പാസിറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇറ്റ് പ്രൊഡ്യൂസസ് ഏതാ നോക്കുക. ഇറ്റ് പ്രൊഡ്യൂസസ് എ മൊമെന്ററി കറന്റ് ഫ്ലോ ബൈ ഡിസ്ചാർജ് ത്രൂ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് വെൻ റിക്വയർ. ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ ആവശ്യമുള്ളപ്പോൾ അതെന്താണ്, നമ്മൾ കുറച്ച് സമയത്തേക്ക് സർക്യൂട്ടിലേക്ക് ഒരു ചാർജ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഈ ചിത്രം നോക്കിയേ, പലതരത്തിലുള്ള കപ്പാസിറ്ററുകളാണ് കേട്ടോ. ഇതെല്ലാം പലതരത്തിലുള്ള കപ്പാസിറ്റർ ആണ്. ഡിസ്ക് ടൈപ്പിലുള്ള കപ്പാസിറ്റർ ഉണ്ട്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഉണ്ട്. ഇതെല്ലാം എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിലും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നിങ്ങളൊക്കെ തുറന്നു നോക്കിയാൽ കാണും ഇല്ലേ? ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ കാണും. ഇതെന്താണ്? കപ്പാസിറ്റർ ആണ്. മനസ്സിലായല്ലോ. അപ്പം capacitors are used in most of the electronic devices. The capacitor will be charged when the positive and negative terminals of a capacitor are connected to the positive and negative terminals of a cell respectively for a short interval of time. എന്താണ്? മിക്കവാറും എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് രേഖപ്പെടുത്തിയ ടെർമിനലുകളുള്ള കപ്പാസിറ്ററിന്റെ ടെർമിനലുകളെ യഥാക്രമം ഒരു സെല്ലിന്റെ പോസിറ്റീവ്, നെഗറ്റീവ് ടെർമിനലുകളുമായി അല്പസമയം ബന്ധിപ്പിച്ചാൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യപ്പെടും. കപ്പാസിറ്ററിന്റെ ടെർമിനൽ ഉണ്ട് കേട്ടോ, പോസിറ്റീവും നെഗറ്റീവും കണ്ടില്ലേ? രണ്ട് എൻഡ് കണ്ടില്ലേ? ഇപ്പൊ ഇതിനൊക്കെയാണ് രണ്ടെണ്ണം ഉണ്ട്, ഒരെണ്ണം പോസിറ്റീവ് ഒക്കെയാണ് ഈ. അപ്പൊ അങ്ങനെയുള്ള പോസിറ്റീവ് നെഗറ്റീവും നമ്മൾ സെല്ലുണ്ടല്ലോ, സെല്ലിന്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കപ്പാസിറ്റർ എന്തായിട്ട് മാറും? ചാർജ് ചെയ്യപ്പെടും. മനസ്സിലായല്ലോ. അപ്പം ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിൽ ഉപയോഗിക്കുന്നതാണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കപ്പാസിറ്റർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ചാർജിനെ സ്റ്റോർ ചെയ്യാൻ കേട്ടോ. ചാർജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് കപ്പാസിറ്റർ. പഠിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു കപ്പാസിറ്റർ ഒരു LED ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായല്ലോ. അപ്പൊ വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എന്തായിരിക്കും നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നത്? ദാ നോക്കുക, LED ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? LED കത്തുന്നുണ്ട്. പക്ഷെ അത് കത്തി നിൽക്കുന്ന കുറച്ച് സമയത്തിന് മാത്രമേ ഉള്ളൂ ഈ LED അവിടെ കത്തി നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ പ്രകാശിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ. Then what happens to the electric charge in the capacitor when it is connected to an LED? LED-യുമായി ബന്ധിപ്പിക്കുമ്പോൾ കപ്പാസിറ്ററിലെ വൈദ്യുത ചാർജിന് എന്ത് സംഭവിക്കും അല്ലെ? ഈ കപ്പാസിറ്ററിന് വൈദ്യുത ചാർജ് ആണെന്ന് പറഞ്ഞല്ലോ. കപ്പാസിറ്റർ ഇലക്ട്രിക് ചാർജസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കപ്പാസിറ്റർ ഇതുമായിട്ട് LED ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് കുറച്ച് സമയത്തേന് കത്തിക്കും അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കത്താൻ കാരണം എന്താണ്? ഈ കപ്പാസിറ്ററിലുള്ള ചാർജ് അല്ലെ എങ്ങോട്ട് ഫ്ലോ ചെയ്യും? എങ്ങോട്ടൊഴുകും? LED-യിലേക്ക് ഒഴുകും. കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ചാർജ് എന്ത് സംഭവിക്കും? LED-യിലേക്ക് ഒഴുകും. മനസ്സിലായല്ലോ. അപ്പൊ ഇലക്ട്രിക് ചാർജ് ഫ്ലോസ് ത്രൂ ദ LED എന്ന് പറയാം. ഇലക്ട്രിക് ചാർജസ് എങ്ങോട്ടാണ്? LED-യിലേക്ക് ഒഴുകുന്നു കേട്ടില്ലേ? ഇലക്ട്രിക് ചാർജ്, വൈദ്യുത ചാർജ് LED-യിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്.
മനസ്സിലായല്ലോ. ഇനി വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ LED നോട്ട് ഗ്ലോവിംഗ് കണ്ടിന്യൂസ്ലി ഇൻ ദിസ് അറേഞ്ച്മെന്റ്? ഈ ക്രമീകരണത്തിൽ LED തുടർച്ചയായി പ്രകാശിക്കാത്തതിന് കാരണം എന്തായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു നേരം ഇത് പ്രകാശിച്ച് നിൽക്കും, അത് കഴിഞ്ഞ ശേഷം എന്ത് സംഭവിക്കും? അത് കെട്ടുപോകും. അതായത് ഈ ക്രമീകരണത്തിന് LED തുടർച്ചയായിട്ട് പ്രകാശിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ പ്രകാശിക്കാത്തതിന്റെ കാരണം എന്തായിരിക്കാം? ഈ കപ്പാസിറ്ററിന് ഒരു ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു, ചാർജ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചാർജ് ഇതിലേക്ക് കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ ചാർജ് കൊടുത്തു കഴിയുമ്പോഴാണല്ലോ ഇത് ലൈറ്റ് കത്തുന്നത്, LED കത്തുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കപ്പാസിറ്ററിന്റെ ചാർജ്, അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് നഷ്ടമാവും. മനസ്സിലായല്ലേ? അതുകൊണ്ടാണത് കെട്ടുപോകുന്നത്. കാരണം പിന്നെ ചാർജ് ഇങ്ങോട്ട് ചെല്ലുവോ? ഇല്ല. കപ്പാസിറ്ററിന്റെ ചാർജ് തീർന്നു കഴിയുമ്പോൾ ചാർജ് LED ചെല്ലില്ല. അതിന്റെ ഫലമായിട്ട് അത് കെട്ടുപോകും. അപ്പൊ തുടർച്ചയായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തുടർച്ചയായിട്ട് പ്രകാശിക്കുന്നില്ല. മനസ്സിലായല്ലോ? അതിന്റെ ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? LED ബ്രീഫ്ലി ഗ്ലോസ് ആൻഡ് ദെൻ ടേൺ ഓഫ്. LED അല്പസമയം പ്രകാശിക്കുന്നു. മനസ്സിലായല്ലോ? Then what happens to the electric charge in the capacitor when it is connected to an LED? LED-യുമായി ബന്ധിപ്പിക്കുമ്പോൾ കപ്പാസിറ്ററിലെ വൈദ്യുത ചാർജിന് എന്ത് സംഭവിക്കുന്നു? the capacitor discharges its stored electric charge through the LED. അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ചാർജ് കപ്പാസിറ്റർ LED-യിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. ചാർജ് LED-യിലേക്ക് എന്നാണ് ഒഴുകുവാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ ക്രമീകരണത്തിൽ LED തുടർച്ചയായിട്ട് പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണ്? the capacitor provides a limited charge and as it discharges causing it to stop glowing. കപ്പാസിറ്ററിന് എങ്ങനെയാണ്? ലിമിറ്റഡ് ചാർജേ ഉള്ളൂ. ഇതിൽ ചാർജ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ അതിന്റെ കപ്പാസിറ്ററിന്റെ ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് അതിലേക്ക് ഡിസ്ചാർജ് ചെയ്തു പോകും, ഒഴുകി വിടും. പിന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന്റെ ചാർജ് തീർന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് കെട്ടുപോകും. കപ്പാസിറ്ററിന്റെ ചാർജ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു അല്ലേ? കപ്പാസിറ്ററിന്റെ ചാർജ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടുകൊണ്ടാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പ്രകാശിക്കാത്തതിന്റെ കാരണം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തൊരു എക്സ്പെരിമെന്റ് നോക്കാം കേട്ടോ. എന്താ നോക്കിയാൽ LED ആണ്. ഇത് കൊണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? ഇതിന് പറഞ്ഞ ബട്ടൺ സെല്ല് എന്നാണ് പറയുന്നുണ്ട്. ബട്ടൺ സെല്ല് അതായത് നമ്മുടെ കാൽക്കുലേറ്ററിലുണ്ട്, വാച്ചിലൊക്കെ കേട്ടോ. അപ്പോൾ ടോയ്സുകളൊക്കെ ഉണ്ടല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുട്ടികൾ ഉപയോഗിക്കുന്ന ടോയ്സ്, ടോയ് കാർ അങ്ങനെയുള്ളതുണ്ട്. അതിലൊക്കെ ഇങ്ങനെയുള്ള ഒരു സെല്ല് കാണും. ഈ സെല്ലിനെ പറയുന്ന പേരാണ് ബട്ടൺ സെല്ല് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ബട്ടൺ സെല്ല് എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ഒരു LED ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതേ നോക്കിയാൽ ഇവിടെ ബൾബിന് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ ബൾബ് പ്രകാശിക്കും. അതെങ്ങനെയാണ്? തുടർച്ചയായിട്ട് പ്രകാശിക്കുമല്ലോ. ഇത് തുടർച്ചയായിട്ട് പ്രകാശിക്കും. ഇവിടെ എന്ത് പറയാം? എസ് എന്ന് പറയാം. ഡസ് ദ LED ഗ്ലോ കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? LED തുടർച്ചയായിട്ട് ഇവിടെ പ്രകാശിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യമേ കണ്ട എക്സ്പെരിമെന്റ്, അതായത് ഈ ഒരു എക്സ്പെരിമെന്റിൽ എന്ത് സംഭവിക്കുന്നു? LED കുറച്ച് സമയമുള്ളൂ അല്ലേ പ്രകാശിക്കുന്നുള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ തുടർച്ചയായിട്ട് പ്രകാശിക്കുന്നു. മനസ്സിലായല്ലേ? അപ്പം ആദ്യത്തെ എക്സ്പെരിമെന്റിൽ തുടർച്ചയായിട്ട് വൈദ്യുതപ്രവാഹം അവിടെ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഇവിടെ എങ്ങനെയാണ്? തുടർച്ചയായിട്ട് വൈദ്യുതപ്രവാഹം ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പം ചാർജസ് ആണ് അല്ലെ? ഇലക്ട്രിക് ചാർജസ് ആണ്. ഇലക്ട്രിക് ചാർജസ് ഫ്ലോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഇലക്ട്രിക് കറന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പം ഈ ചാർജുകളുടെ മൂവ്മെന്റ് ഇല്ലേ, ഇലക്ട്രിക് ചാർജ് ഉണ്ടല്ലോ, ഇലക്ട്രിക് ചാർജുകളുടെ മൂവ്മെന്റ് ആ സർക്യൂട്ട് ഇതല്ലേ, ഈ സർക്യൂട്ടിലൂടെ എങ്ങനെയാണ്? ഒരു വൈദ്യുതപ്രവാഹം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലേ? വൈദ്യുതപ്രവാഹം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ കത്തുന്നത്. മറ്റേ കേസിൽ എങ്ങനെയാണ്? കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള ഇലക്ട്രിക് ചാർജ് അവിടെ ഫ്ലോ ചെയ്യുന്നുള്ളൂ, ഇലക്ട്രിക് ചാർജ് ഒഴുകുന്നുള്ളൂ. മനസ്സിലായില്ലേ? അത് കംപ്ലീറ്റ് ആയിട്ട് ആ കപ്പാസിറ്ററിന്റെ ചാർജ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് സംഭവിക്കുന്നുണ്ട്, വൈദ്യുതപ്രവാഹം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് അത് കെട്ടുപോകും. ഇവിടെ തുടർച്ചയായിട്ട് ചാർജസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ തുടർച്ചയായിട്ട് ഇത് കത്തുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എന്താണ് ഇവിടെ പറയാൻ പറ്റുന്നത്? ഫ്ലോ ഓഫ് ചാർജസ് പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് കറന്റ് ത്രൂ ദ സർക്യൂട്ട് ഇല്ലേ? ചാർജുകളുടെ ചലനം സർക്യൂട്ടിലൂടെ ഒരു വൈദ്യുതപ്രവാഹം സൃഷ്ടിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ചാർജുകളുടെ ചലനം ഒരു സർക്യൂട്ടിലൂടെ എന്താണ്? വൈദ്യുതപ്രവാഹം സൃഷ്ടിക്കുന്നു. ആദ്യത്തെ കേസിൽ എങ്ങനെയാണ്? വളരെ കുറഞ്ഞ സമയത്തേക്കേ ഉള്ളൂ അല്ലെ? ആദ്യത്തെ കേസിൽ വളരെ കുറഞ്ഞ സമയത്തേക്കുള്ളൂ വൈദ്യുതി പ്രവഹിക്കുന്നുള്ളൂ. ഈ ഒരു കേസിൽ തുടർച്ചയായിട്ട് വൈദ്യുതിയോടെ പ്രവഹിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തൊരു പരീക്ഷണം നോക്കാം. എന്താ നോക്കിയേ. Take equal quantity of water in two identical containers A and B. Add any color to one of the containers. Fill a plastic tube in a siphon എന്നാണ് പറയുന്നത് കേട്ടോ, with water and dip it as shown in the figure. നോക്കിയാൽ AB എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് പാത്രങ്ങൾ എടുത്തു. വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒന്നിൽ വെള്ളത്തിലേക്ക് കുറച്ച് കളറും ചേർത്തു. ഇനി എന്താണ്? ഇതിലേക്ക് ഒരു പ്ലാസ്റ്റിക് ട്യൂബ്, ഒരു സൈഫൺ എന്ന് പറയും കേട്ടോ. രണ്ടിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ആണ്. ഇതിനെ നമ്മൾ പറയുന്നത് സൈഫൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ രണ്ടിലും ഇങ്ങനെ വെച്ചു. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, ഡസ് വാട്ടർ ഫ്ലോ ഫ്രം കണ്ടെയ്നർ A to B.
ഇതെന്താണ് എയിൽ നിന്നും ബിയിലേക്ക് എന്താണ് വെള്ളം ഒഴുകുന്നുണ്ടോ ഇവിടെ കാണാൻ സാധിക്കും. വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. വെള്ളം ഒഴുകുന്നുണ്ടോ? ഇല്ല, നോ എന്ന് പറയാം. ഇല്ല. വെള്ളം അവിടെ ഒഴുകുന്നുണ്ടോ? ഇല്ല, നോ എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ ഇൻ ടു കണ്ടെയ്നേഴ്സ് സെയിം? രണ്ട് പാത്രങ്ങളിലെയും ജലനിരപ്പിന്റെ ഉയരം കൊണ്ടുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ തുല്യമാണോ? എന്താണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? ഇത് ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ നിന്നും ഇത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലല്ലേ ഇരിക്കുന്നത്. അപ്പം തറനിരപ്പിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ആ പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയും. പൊട്ടൻഷ്യൽ എനർജിനെയൊക്കെ പഠിച്ചല്ലോ, അത് തന്നെയാണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഇരിക്കുകയാണ്, തറനിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കുകയാണല്ലോ, വാട്ടറിന്റെ ലെവലിൽ നിന്ന് ഉയർന്നിരിക്കുകയാണല്ലോ. അപ്പൊ അതിന് കിട്ടുന്ന ആ പൊട്ടൻഷ്യലാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ നോക്കിയേ, രണ്ട് പാത്രങ്ങളെയും ജലനിരപ്പിന്റെ ഉയരം കൊണ്ടുണ്ടാവുന്ന, ജലനിരപ്പിന്റെ ഉയരം കൊണ്ടല്ലേ ഒരുപോലെയല്ലേ ഉയരം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും, തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഇതാ നോക്കുക, ഈ എക്സ്പെരിമെന്റ് നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. അതായത് ഒരു കണ്ടെയ്നർ എ എന്ന് പറഞ്ഞൊരു കണ്ടെയ്നർ എങ്ങനെയാണ് ഒരു പൊക്കി വെച്ചിട്ട് ഇതേ എക്സ്പെരിമെന്റ് നമ്മളൊന്ന് കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ നോക്കിയേ, നൗ ഡസ് ദ വാട്ടർ ഫ്ലോ ഫ്രം കണ്ടെയ്നർ എ ടു ബി. ഇത് കണ്ടില്ലേ, ഇപ്പൊ നോക്കിയേ, എയിൽ നിന്നും ബിയിലേക്ക് വെള്ളം ഒഴുകുന്നില്ലേ? ആ എ എന്ന് പറഞ്ഞ കണ്ടെയ്നർ തുറന്നിരപ്പിൽ നിന്ന് ഇച്ചിരി ഉയർത്തി വെച്ചു. മനസ്സിലായല്ലോ? ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം എങ്ങനെയാണ് ഒഴുകുന്നുണ്ട്, എസ് എന്ന് പറയാം, ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ എന്ന് വെച്ചാല് രണ്ട് പാത്രത്തിനെയും ജലനിരപ്പിനുള്ള വ്യത്യാസം വന്നില്ല, ജലനിരപ്പിന്റെ ഉയരത്തിലുള്ള വ്യത്യാസം വന്നില്ലേ? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗ്രൗണ്ടിൽ നിന്നുള്ള ഉയരത്തിൽ, തറനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൽ അവിടെ വ്യത്യാസം വന്നു ഇല്ലേ? രണ്ട് പാത്രത്തിലെയും ജലനിരപ്പിന്റെ ഉയരത്തിൽ വ്യത്യാസം വന്നു ഇല്ലേ? അപ്പം ആദ്യത്തെ കേസിൽ എങ്ങനെയാണ്, ഈ ഒരു കേസിൽ എങ്ങനെയാണ്, ഗ്രൗണ്ട് ലെവലിലാണ് ഇരിക്കുന്നത്, പക്ഷെ രണ്ടിന്റെയും തറനിരപ്പിൽ നിന്നുള്ള ഉയരത്തിലുള്ള വ്യത്യാസം എങ്ങനെയാണ്? സെയിം ആണ്, അതുകൊണ്ട് അവിടെ ഒഴുകുന്നില്ല. ഈ ഒരു കേസിൽ വന്നപ്പോ എന്താണ്, തറനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് എന്താണ്, അത് ഒഴുകുന്നു. മനസ്സിലായോ? ഒരു പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് അത് ഒഴുകുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതെല്ലാം ആ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഒരു കൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ് കേട്ടോ. തറനിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കുമ്പോൾ ആ വസ്തുവിന് ലഭിക്കുന്ന പൊട്ടൻഷ്യലിനാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചതാണ് ഇല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ആൻ എക്സ്പെരിമെന്റ് ഷോൺ ഇൻ ഫിഗർ വാട്ടർ ഡിഡ് നോട്ട് ഫ്ലോ ബിക്കോസ് ദ വാട്ടർ ലെവൽ ഇൻ ടു കണ്ടെയ്നേഴ്സ് ഇൻ ദ സെയിം. നമ്മൾ നേരത്തെ കണ്ട എക്സ്പെരിമെന്റിൽ എങ്ങനെയാണ്, വാട്ടർ ലെവൽ ഒരുപോലെ ആയതുകൊണ്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്നില്ല. ഇൻ ദിസ് എക്സ്പെരിമെന്റ് വാട്ടർ ഫ്ലോഡ് ഫ്രം എ ടു ബി ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ വാട്ടർ ലെവൽ അല്ലെ? ഈ പരീക്ഷണത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജലനിരപ്പിന്റെ ഉയരത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ജലം ഒഴുകിയത്. ക്ലിയർ ആയല്ലോ? ഇനി മറ്റൊരു എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്, ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ടല്ലേ? എന്താണ്, മെഴുകുതിരി ജ്വാലയിൽ ഒരു ഇരുമ്പ് ദണ്ട് സ്പർശിക്കുന്നതാണ് കേട്ടോ. മെഴുകുതിരി ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു ഇരുമ്പ് ദണ്ട്, PQ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇരുമ്പ് ദണ്ട് അവിടെ സ്പർശിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ നോക്കുക. ഓൺ വിച്ച് പാർട്ട് ഓഫ് ദി റോഡ് വിൽ ദ ടെമ്പറേച്ചർ റൈസ് ഫസ്റ്റ് ആസ് സൂൺ ആസ് ഇറ്റ് ടച്ചസ് ദ ഫ്ലെയിം? മെഴുകുതിരി ജ്വാലയിൽ സ്പർശിച്ച ഉടൻ ദണ്ടിന്റെ ഏത് ഭാഗത്തായിരിക്കും താപനില ഉയരുന്നത്? ഇവിടെ നോക്കിയാൽ Pയും Qയും ഉണ്ട്. സ്പർശിച്ചപ്പോ എവിടെയായിരിക്കും താപനില ഉയരുന്നത്? ഈ ഭാഗത്തായിരിക്കും. എവിടെയായിരിക്കും? Qയിലായിരിക്കും ഇല്ലെ? Qയിലായിരിക്കും താപനില ആദ്യം ഉയരുന്നത്. മനസ്സിലായല്ലോ? ഇനി വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് ഹീറ്റ് ത്രൂ ദ റോഡ്? ദണ്ടിലൂടെ താപം ഒഴുകുന്നത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? എവിടെ നിന്ന് എങ്ങോട്ടാ? ഇവിടെ നിന്നല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. അതായത് Qവിൽ നിന്നും, ഫ്രം Q ടു P, Qവിൽ നിന്നും Pയിലേക്കായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം ഇവിടെയാണ് നമ്മൾ ആദ്യമേ ചൂടാക്കിയത്. അപ്പൊ ഇവിടെയാണ് ആദ്യമേ ചൂടായത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിയത്. അപ്പൊ അവിടുന്ന് ടെമ്പറേച്ചർ കൂടിയതിൽ നിന്നും ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്താണ് P ആണ് അല്ലെ? അങ്ങോട്ടാണ് ഇതാണ് ഹീറ്റ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ താപം അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഒരു എക്സ്പെരിമെന്റും കൂടെ നോക്കാം. എന്താ നോക്കിയേ, ഇതെന്താണ് കൊടുത്തിരിക്കുന്നത്? ഇതൊരു ട്യൂബാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിറയ്ക്കാൻ പറ്റുന്നത്രയും കാറ്റ് അവിടെ നിറച്ചിട്ടുണ്ട്. മനസ്സിലായല്ലേ? ഇനി ക്വസ്റ്റ്യൻ നോക്കുക. വേർ ഈസ് എയർ പ്രഷർ ഗ്രേറ്റർ? വായുവിന്റെ മർദ്ദം കൂടുതൽ എവിടെയാണ്? ട്യൂബിന്റെ അകത്താണോ ട്യൂബിന്റെ പുറത്താണോ വായുവിന്റെ മർദ്ദം കൂടുതലുള്ളത്? കാറ്റ് നിറച്ചിരിക്കുകയല്ലേ, അപ്പൊ എവിടെയാണ്? ഇൻസൈഡ് ദ ട്യൂബ്, ട്യൂബിന്റെ ഉള്ളിലാണ് വായുവിന്റെ മർദ്ദം കൂടുതലായിട്ടുള്ളത്. ഇനി ഇഫ് ദ വാൽ ഓഫ് ദ ട്യൂബ് ഈസ് ഓപ്പൺഡ്, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ എയർ ഫ്ലോ? ട്യൂബിന്റെ വാൽവ് തുറന്നാൽ വായു എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പ്രവഹിക്കുക? എവിടെ നിന്നായിരിക്കും? അകത്തുനിന്ന് പുറത്തേക്കായിരിക്കും അല്ലെ? അകത്തു നിന്നും പുറത്തോട്ടെന്ന് പറയാം. അകത്തു നിന്നും പുറത്തോട്ട്, അകത്തു നിന്നും പുറത്തോട്ട് അല്ലെ? അതായത് ഇൻസൈഡ് ടു, ഫ്രം ഇൻസൈഡ് ടു ഔട്ട്സൈഡ് എന്ന് പറയാം അല്ലെ? ഫ്രം ഇൻസൈഡ് അല്ലെ? ഫ്രം ഇൻസൈഡ്
ടു ഔട്ട്സൈഡ് എന്ന് പറയാം. അതായത് അകത്തു നിന്നും പുറത്തേക്കായിരിക്കും. അതിന് കാരണം എന്താണ്? വായുമർദ്ദം കൂടുതൽ എവിടെയാണ്? അകത്താണ് അല്ലെ? അകത്തു നിന്നും പുറത്തോട്ട്. വായുമർദ്ദം കൂടിയ സ്ഥലത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തോട്ടാണ് അത് പ്രവാഹം ഉണ്ടായിരിക്കുക അല്ലെ? വായുപ്രവാഹം ഉണ്ടായിരിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഈ 3 എക്സ്പെരിമെന്റും കണ്ടു. ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ഉയർന്ന മർദ്ദമുള്ള സ്ഥലത്തു നിന്നും കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തേക്ക് പ്രവഹിക്കുന്നു. മുമ്പ് കണ്ട എക്സ്പെരിമെന്റിൽ എങ്ങനെയാണ്? ഇവിടെ ഇങ്ങനെ ചൂട് കൂടിയതിൽ നിന്നും ചൂട് കുറഞ്ഞതിലേക്ക് പ്രവഹിക്കുന്നു. ഇവിടെ എങ്ങനെയാണ് കണ്ടത്? ഉയർന്ന പൊട്ടൻഷ്യൽ ഉള്ളിടത്തു നിന്നും കുറഞ്ഞ അല്ലെങ്കിൽ താഴ്ന്ന പൊട്ടൻഷ്യൽ ഉള്ളിലേക്ക് ജലത്തിന്റെ പ്രവാഹം ഉണ്ടായിരിക്കും. മനസ്സിലായില്ല? അപ്പൊ ഇവിടെ എല്ലാം ഈ 3 സിറ്റുവേഷനിലും നമ്മൾ എന്താണ് കണ്ടത്? ഓരോരോ സിറ്റുവേഷൻ നമ്മളുണ്ട് കൂടുതൽ ഉള്ളിടത്തു നിന്നും കുറവുള്ളതിലേക്കാണ് അവിടെ ഫ്ലോ ഉണ്ടായിരിക്കുന്നത് ഇല്ല, ഒഴുക്കം ഉണ്ടായിരിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 എക്സ്പെരിമെന്റ് കണ്ടു. അതിൽ നിന്നും ഈ 3 എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, അതിൽ നിന്നും നമുക്കൊരു കുറച്ച് കാര്യങ്ങളൊന്ന് ടാബ്ലേറ്റ് ചെയ്യാം. ഞാൻ നോക്കാം. ആദ്യ സിറ്റുവേഷൻ നോക്കിയേ. വാട്ടർ ഫ്ലോ ചെയ്യുന്നു. വാട്ടർ ഫ്ലോ ചെയ്യുന്ന എവിടെ നിന്ന് എങ്ങോട്ടാന്ന് പറഞ്ഞിരിക്കുന്നത്? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്ക് എന്ന് പറയാം. അതായത് നമുക്ക് എങ്ങനെ പറയാം? ഫ്രം ഹയർ അല്ലെ? ഫ്രം ഹയർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അല്ലെ? ഫ്രം ഹയർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഞാൻ എഴുതുവാണ് കേട്ടോ. ഫ്രം ഹയർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ടു ലോവർ. കുറഞ്ഞ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉള്ള ഭാഗത്തേക്കാണ് ഇവിടെ ആദ്യത്തെ കേസിൽ വെള്ളം ഒഴുകുന്നത്. ഹീറ്റ് ഫ്ലോ ചെയ്യുന്നു ഫ്രം എ പോയിന്റ് ഓഫ് ഹയർ ടെമ്പറേച്ചർ ടു എ പോയിന്റ് ഓഫ് ലോവർ ടെമ്പറേച്ചർ അല്ലെ? ഇവിടുന്ന് ഹയർ ടെമ്പറേച്ചറിൽ നിന്നും ലോവർ ടെമ്പറേച്ചറിലേക്ക്. ഇവിടെ എങ്ങനെയാണ്? ഉയർന്ന മർദ്ദം ഉള്ളിടത്തു നിന്നും കുറഞ്ഞ മർദ്ദം അല്ലെങ്കിൽ കൂടിയ മർദ്ദം ഉള്ള ഭാഗത്തു നിന്നും കുറഞ്ഞ മർദ്ദം ഉള്ള ഭാഗത്തേക്ക് എന്ന് പറയാം ഇല്ല? അപ്പൊ എന്ന് പറയാം ഫ്രം ഹയർ അല്ലെ? ഫ്രം ഹയർ ടു ലോവർ പ്രഷർ നമുക്ക് പറയാം അല്ലെ? ഹയർ പ്രഷറിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ്? ലോവർ പ്രഷർ അല്ലെ? ലോവർ പ്രഷർ, കുറഞ്ഞ പ്രഷർ ഉള്ള ഭാഗത്തേക്ക് എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഈ 3 എക്സ്പെരിമെന്റിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? കൂടുതലുള്ള അല്ലെ? ഏതാണോ അവിടുത്തെ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ ഏത് സിറ്റുവേഷനാണോ ഇരിക്കുന്നത് അവിടുത്തെ കൂടുതലുള്ള ഭാഗത്തു നിന്നും കുറവുള്ള ഭാഗത്തേക്കാണ് അവിടെ ഫ്ലോ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒഴുക്ക്, പ്രവാഹ ദിശ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ഈ ജലപ്രവാഹം ഉണ്ടായത് എങ്ങനെയാണ്? ഉയരത്തിലുള്ള വ്യത്യാസം അല്ലെ? ഉയര വ്യത്യാസമുള്ള 2 സ്ഥാനങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ ജലപ്രവാഹം ഉണ്ടായി. താപത്തിന് വ്യത്യാസം ഉണ്ടായത് എങ്ങനെയാണ്? താപനിലയിൽ വ്യത്യാസം. ഇവിടെ എങ്ങനെയാണ്? മർദ്ദത്തിലും വ്യത്യാസം വന്നു. മനസ്സിലായല്ലോ? അപ്പം ഉയരത്തിലും വ്യത്യാസം വന്നു, താപത്തിന്റെ അളവിൽ വ്യത്യാസം വന്നു, മർദ്ദത്തിന്റെ അളവിലും വ്യത്യാസം വന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഏതാണോ സിറ്റുവേഷൻ അവിടുത്തെ ആ സിറ്റുവേഷൻ അനുസരിച്ച് അതായത് വ്യത്യാസം വരുന്നുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുമ്പോൾ കൂടുതലായതിൽ നിന്നും കുറവുള്ളതിലേക്കാണ് അവിടെ പ്രവാഹം ഉണ്ടായത് എന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? അതേ മലയാളം മീഡിയത്തിലെ കുട്ടികൾ കൊണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ജലം ഒഴുകുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ്. താപം പ്രവഹിക്കുന്നത് എങ്ങനെയാണ്? ഉയർന്ന താപനിലയുള്ള ഭാഗത്ത് നിന്ന് താഴ്ന്ന താപനിലയുള്ള ഭാഗത്തേക്കും. അതുപോലെ വായു പ്രവഹിക്കുന്നത് എങ്ങനെയാണ്? മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും എങ്ങനെയാണ്? കുറഞ്ഞ ഭാഗത്തേക്കുമാണ്. ഇനി അങ്ങനെ ആവുകയാണെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കിയാൽ എവിടെ എന്നാണ് കൊടുത്തിരിക്കുന്നത്? ഉയർന്ന ഹൈറ്റിൽ ഇരിക്കുന്നുണ്ട്, താഴ്ന്ന ഹൈറ്റിൽ ഇരിക്കുന്നുണ്ട്. ഇവിടത്തെ നോക്കിയാൽ വേറൊരു സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു മോട്ടറാണ് ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. നോക്കാം. എ പമ്പ് ഈസ് യൂസ്ഡ് ടു പമ്പ് ബാക്ക് ദ വാട്ടർ ഫ്രം കണ്ടെയ്നർ ബി ടു എ. The pump works to keep the rate of flow of water from B to A same as that from A to B. Is there is a continuous flow of water while the pump is working? എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാത്രം എയിൽ നിന്ന് പാത്രം ബിയിലേക്ക് ഓരോ സെക്കൻഡിലും എത്ര ജലം പ്രവഹിക്കുന്നു അത്രയും തന്നെ ജലം ഓരോ സെക്കൻഡിലും ബിയിൽ നിന്ന് തിരികെ എയിൽ എത്തിക്കാനാണ് നമ്മളിവിടെ ഒരു പമ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നില്ല? അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം ഒഴുകുന്നുണ്ടല്ലോ. അപ്പൊ ഓരോ സെക്കൻഡിലും എന്തുമാത്രം വെള്ളം ഒഴുകുന്നുണ്ടോ അത്ര എമൗണ്ട് വെള്ളം ഈ ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടിയാണ് ഇവിടെ ഒരു പമ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പം പാത്രം എയിൽ നിന്ന് പാത്രം ബിയിലേക്ക് ജലം തുടർച്ചയായി പ്രവഹിക്കുന്നുണ്ടല്ലോ. മനസ്സിലായി? ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് തുടർച്ചയായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ഇതിലെ വാട്ടർ ലെവൽ താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോവോ? ഇല്ല. അതിനുവേണ്ടിയാണ് ഈ ബിയിൽ നിന്നും എയിലേക്ക് തിരിച്ച് വെള്ളം വരുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? എയിൽ നിന്ന് തുടർച്ചയായിട്ട് തന്നെ ബിയിലേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. കാരണം പിന്നെ എയിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുമാത്രം വെള്ളം ഇങ്ങോട്ട് പോകുന്നുണ്ടോ അത്രയും വെള്ളം തന്നെ ഇങ്ങോട്ട് പോകുന്ന അതേ എമൗണ്ട് വെള്ളം തന്നെ തിരിച്ചും വരുന്നുണ്ട്. അതുകൊണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് തുടർച്ചയായിട്ട് എന്താണ് വെള്ളം അവിടെ പ്രവഹിക്കും. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലിലെ വ്യത്യാസം വന്നുകൊണ്ടാണ് എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം ഒഴുകുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം ആ വ്യത്യാസം അവിടെ ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ വെള്ളം ഒഴുകുവോ? ഇല്ല. ഇങ്ങോട്ട് വെള്ളം ഒഴുകിയല്ല. അപ്പം ആ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ അവിടെ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വെള്ളം ഒഴുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്ത് സംഭവിക്കും? തുടർച്ചയായിട്ട് അവിടെ
വെള്ളം ഒഴിക്കുന്നുണ്ട്. അതായിരിക്കും ഗ്രാവിറ്റേഷനുള്ള ആ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഉണ്ടോ, അവിടെ വ്യത്യാസം ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ കണ്ട കേസുകളിലൊക്കെ എന്താണ്, ഇവിടെ എല്ലാം ഒരു വ്യത്യാസം വന്നിട്ടില്ലേ? ഇവിടെ ഹീറ്റ് കൂടുതലാണ്, ഇവിടെ ഹീറ്റ് കുറവാണ്. ഇതിന്റെ ഉള്ളിൽ മർദ്ദം കൂടുതലാണ്, പുറത്ത് കുറവാണ്. മനസ്സിലായില്ല? അപ്പൊ ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടായിരിക്കണം. ഏതാണോ സാഹചര്യം, ആ സാഹചര്യത്തിന് അവിടെ ഒരു വ്യത്യാസം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് അവിടെ ഒഴുക്ക് നടക്കത്തുള്ളൂ. ഏതിന്റെ കേസിലായാലും ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ നടക്കണമെങ്കിൽ എന്താണ്, അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ക്ലിയർ ആയല്ലോ പറഞ്ഞ്? അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, എയിൽ നിന്ന് ബിയിലേക്ക് തുടർച്ചയായിട്ട് വെള്ളം പ്രവഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രവഹിക്കും. അതിന്റെ റീസൺ എന്താണ്? ഫോർ ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വാട്ടർ എ ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ ഇൻ കണ്ടെയ്നേഴ്സ് എ ആൻഡ് ബി ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം പ്രവഹിക്കണമെങ്കിൽ എന്താണ്, ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ ഇൻ കണ്ടെയ്നേഴ്സ് എ ആൻഡ് ബി ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. അപ്പം അവിടെ ആ പൊട്ടൻഷ്യൽ വ്യത്യാസം അവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ദിസ് ഡിഫറൻസ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ യൂസിങ് എ പമ്പ് വിച്ച് ആക്ട് ആസ് എ എക്സ്റ്റേണൽ എനർജി സോഴ്സ്. അപ്പൊ ആ വ്യത്യാസം അവിടെ ഉണ്ടായിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു പമ്പ് ഉപയോഗിച്ചിട്ടാണ് ആ പൊട്ടൻഷ്യൽ വ്യത്യാസം അവിടെ നിലനിർത്തിയിരിക്കുന്നത്. അവിടെ നോക്കുക, പ്രവഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ കഴിഞ്ഞത് കൊണ്ടാണ് അല്ലെ, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്, അതിന്റെ വ്യത്യാസം അവിടെ നിലനിർത്താൻ കഴിഞ്ഞത് കൊണ്ടാണ് അവിടെ വെള്ളം അവിടെ പ്രവഹിക്കുന്നത്. ഇവിടെ ബാഹ്യ ഊർജ്ജ സ്രോതസ്സായ പമ്പിന്റെ പ്രവർത്തനമാണ് എ ബി എന്നീ പാത്രങ്ങളിലെ ജലനിരപ്പുകൾ തമ്മിൽ ഉയരത്തിലുള്ള വ്യത്യാസം നിലനിർത്തിയതും അതുമൂലം ജലപ്രവാഹം തുടർച്ചയായിട്ട് സാധ്യമാക്കിയതും. മനസ്സിലായല്ലോ? അപ്പം എന്താണ്, പ്രവാഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഫ്ലോ നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ, ഇവിടെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഞാൻ എന്തോ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ ഹൈറ്റിലുള്ള വ്യത്യാസം അല്ലെ, ആ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ അവിടെ എങ്ങനെയാണ് വ്യത്യാസം വന്നു ഇല്ലേ, ഇവിടെ ഹൈറ്റിലുള്ള വ്യത്യാസം. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ ഹീറ്റിന് വ്യത്യാസം വന്നു അല്ലെ, ഹീറ്റിന് ഓരോ ഏരിയയിലും ഹീറ്റിലുള്ള വ്യത്യാസം വന്നു. ഇവിടെ എങ്ങനെയാണ്, മർദ്ദത്തിലുള്ള വ്യത്യാസം വന്നു. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു വ്യത്യാസം, ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ നടക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും, തുടർച്ചയായിട്ട് പ്രവാഹം നടക്കണമെങ്കിൽ, അതായത് എന്തിനാണ് തുടർച്ചയായിട്ട് പ്രവാഹം അല്ലെങ്കിൽ ഫ്ലോ നടക്കണമെങ്കിൽ അവിടെ എന്താണ്, ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരുന്നാൽ മാത്രമേ ഉള്ളൂ തുടർച്ചയായിട്ട് അവിടെ ഫ്ലോ അല്ലെങ്കിൽ പ്രവാഹം നടക്കത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? കപ്പാസിറ്ററുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട്, കപ്പാസിറ്റർ എന്ന് വെച്ചാൽ ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡിവൈസ് ആണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, LED തെളിയുന്നുണ്ട്. പിന്നെ എന്താണ്, കെടാനുള്ള കാരണം എന്താണ്, ചാർജ് പുറത്തോട്ട് ഒഴുകി പോകുന്നുണ്ട്. കപ്പാസിറ്ററിന്റെ ചാർജ് തീർന്നു കഴിയുമ്പോൾ എന്തായിട്ട് മാറും, അത് ഓഫ് ചെയ്യും. അതേസമയം ഒരു സെല്ല് നമ്മളിവിടെ കണക്ട് ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അതിലൂടെ ചാർജ് പ്രവഹിക്കുന്നുണ്ട് അല്ലെ, തുടർച്ചയായിട്ട് ചാർജ് പ്രവഹിക്കുന്ന മൂലം അവിടെ എന്താണ്, അവിടെ ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാവുക ചെയ്യുന്നത് അല്ലെ. ചാർജുകളുടെ മൂവ്മെന്റ് മൂലം അവിടെ എന്താണ്, ഒരു വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കത്തുന്നത്. മനസ്സിലായല്ലേ? ഇനി തുടർച്ചയായിട്ട് അങ്ങനെ വൈദ്യുത പ്രവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു ഇല്ലേ. ഇവിടെ ഇതിന്റെ കേസിലാണെങ്കിൽ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ആണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചറിന്റെ കേസ് പറഞ്ഞു, അവിടെ ടെമ്പറേച്ചറിൽ ഒരു വ്യത്യാസം വന്നു. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പ്രഷറിനും വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. പ്രഷർ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക്, ടെമ്പറേച്ചർ ആണെങ്കിലും കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക്, ഇവിടെ പൊട്ടൻഷ്യൽ ആണെങ്കിലും കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് ഒഴുകുന്നത്. മനസ്സിലായി? അപ്പൊ എപ്പോഴും എന്താണ്, ആ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നാൽ മാത്രമേ ഉള്ളൂ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ചാർജ് പ്രവഹിക്കത്തുള്ളൂ. നമ്മൾ അതാണ് പറഞ്ഞു വരുന്നത് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് പ്രവഹിക്കുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കി കൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഉള്ളൂ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ഡിസ്കസ് ചെയ്യാം കേട്ടോ ഡൗട്ടുകളൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ബാക്കി പോർഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്